ശ്രീ ഗുരുഭ്യോ നമഃ. വൃത്തത്തിലെ ശൂന്യത 30/7/2025. രക്ഷപ്പെടൽ നല്ലതാണ് അല്ലേ? ഒരാൾ ഒരു കുഴിയിൽ വീണുപോയി. കുഴിയിൽ നിന്നും രക്ഷപ്പെടേണ്ടത് അവന്റെ അതിജീവനത്തിന്റെ ആവശ്യമാണല്ലോ. അപ്പോൾ രക്ഷപ്പെടൽ നല്ലതാണ് അല്ലേ? പക്ഷേ രക്ഷപ്പെടൽ നല്ലതല്ലാത്ത ഇടവും ഉണ്ട്. ഒരു ബോധപ്രാപ്തന്റെ മുന്നിൽപ്പെടാതെ രക്ഷപ്പെടുക, നിത്യ സാധനയിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടുക, ഈ വക കലാപരിപാടികൾ ഒരു സാധകനിൽ സംഭവിക്കുന്നുവെങ്കിൽ ആ രക്ഷപ്പെടൽ നല്ലതാണോ? രക്ഷപ്പെടുന്നു എന്ന് മനസ്സ് ചിന്തിക്കാം. പക്ഷേ അത് രക്ഷപ്പെടലാണോ? അല്ല, അത് രക്ഷപ്പെടലല്ല, ഒരു തരം ഒളിച്ചോട്ടമാണ്. എല്ലാ രക്ഷപ്പെടലും രക്ഷപ്പെടൽ അല്ലെന്ന് ബോധ്യമായില്ലേ? ഒളിച്ചോട്ടത്തെ മനസ്സ് ബോധപൂർവം രക്ഷപ്പെടൽ എന്ന വാക്കുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. മനസ്സിന്റെ കളി കണ്ടോ? ഞാൻ ഒളിച്ചോടി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചാൽ ഞാൻ മാറേണ്ടി വരും, അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടത് നിർബന്ധമായി മാറും. എന്നാൽ അവിടെ നടന്ന പ്രവൃത്തിക്ക് മനസ്സുപയോഗിച്ച വാക്ക് രക്ഷപ്പെടൽ എന്നായിരുന്നു. ചിന്തിക്കുക, മനസ്സ് കളിക്കുന്നത് എപ്രകാരമാണെന്ന്. നിരീക്ഷകൻ എന്നിൽ ഉണരുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ നിരീക്ഷകനെ പറ്റി ഞാൻ അറിയുന്നതിന് മുമ്പായി എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഹൃദയത്തിൽ തട്ടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ സുരക്ഷിതനായിരിക്കുന്നത് മനസ്സിനോടൊപ്പം നിൽക്കുമ്പോഴാണോ, നിരീക്ഷകനോടൊപ്പം നിൽക്കുമ്പോഴാണോ? ഈ ചോദ്യത്തിന് നീതിയോടെ എനിക്ക് ഒരു ഉത്തരം നൽകുവാൻ കഴിയണം. ഈ ചോദ്യത്തിന് എന്നിൽ നിന്നും വരുന്ന ഉത്തരം എന്താണ്? ഒന്ന് കാതോർക്കൂ. മനസ്സിനോടൊപ്പം നിൽക്കുമ്പോഴാണ് ഞാൻ സുരക്ഷിതൻ എന്ന് അർത്ഥം വരത്തക്കവണ്ണം ന്യായീകരിക്കുന്ന നിലപാട് മനസ്സ് പിടിക്കും. കാരണം മനസ്സിന് തൻ്റെ സ്വതന്ത്ര വ്യവഹാരം നടത്തണം. അതിന് തടസ്സമായി എന്തു വന്നാലും അത് പ്രതികരിക്കും, ന്യായീകരിക്കും, തെറ്റിദ്ധരിപ്പിക്കും. ഉത്തരം കൃത്യമായി പറയൂ. ഞാൻ സുരക്ഷിതനാകുന്നത് മനസ്സിനോടൊപ്പം നിൽക്കുമ്പോഴോ, നിരീക്ഷകനോടൊപ്പം നിൽക്കുമ്പോഴോ? ഈ ഉത്തരത്തിൽ നിന്നും ഞാൻ എത്രത്തോളം യാഥാർത്ഥ്യ ലോകത്തിൽ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നിരീക്ഷകനില്ലാത്തത് ഒരു സ്വാതന്ത്ര്യമായി കാണരുത്, അത് മനസ്സിന്റെ വ്യാഖ്യാനമാണ്. നിരീക്ഷകൻ ഉണ്ടായിരിക്കുന്നത് അസ്വാതന്ത്ര്യമായി കാണരുത്, അത് മനസ്സിന്റെ പിരിമുറുക്കമാണ്. നിങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുക എന്നാൽ മനസ്സിലാക്കൽ നടത്തുക എന്നതാണ്. അതിന് മനസ്സ് നിങ്ങളെ മനസ്സിലാക്കിയത് എന്താണോ അതൊന്നും ആവശ്യമില്ല. മനസ്സിന് നിങ്ങളെപ്പറ്റി ഒന്നും മനസ്സിലാവില്ല. മനസ്സിലൂടെ അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ കണ്ടിട്ടുണ്ടോ? നാം അങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നാം നമ്മളെ അങ്ങനെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ കണ്ടിട്ടില്ല. കാരണം നാം നമ്മളെ കണ്ടറിയാതെ അവിടെ നിന്നെല്ലാം ഓടി രക്ഷപ്പെടുകയാണ്. ഓടിച്ചെന്നു കയറുന്നത് മനസ്സിനുള്ളിലേക്കാണ്. അവിടെ സുരക്ഷിതമെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നെ ഞാൻ കാണുന്നില്ല, പക്ഷെ ഞാൻ എന്തോ ആണ് എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ കാണുവാൻ ശ്രമിക്കുന്നു. അവിടെ ഞാൻ എന്നെ കാണുന്നില്ല, കാരണം അവിടെ മനസ്സ് സ്വാധീനിക്കുന്നത് കണ്ടോ? ഞാൻ അതായിരിക്കാം എന്ന് എന്തിന് ചിന്തിക്കണം? എന്നിൽ നിരീക്ഷകൻ ഉണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. എന്നെ എനിക്ക് കാണേണ്ടി വരും. ഞാൻ ഇന്നതാണ് എന്ന മനസ്സിൻ്റെ
തെറ്റിദ്ധരിക്കലിനല്ല അവിടെ പ്രസക്തി. പകരം ഞാൻ യാഥാർത്ഥ്യത്തിൽ എന്താണ്, അതായത് നിരീക്ഷകൻ കണ്ട ഞാൻ എന്താണ് എന്നതിനാണ് പ്രസക്തി. ഹരി ഓം. 30 ജൂലൈ വൃത്തത്തിലെ ശൂന്യതയിൽ പ്രതിപാദിക്കുന്നത് സാധനയിൽ വന്നിട്ടും നിരീക്ഷകൻ ആയിട്ട് നമ്മളെ നിരീക്ഷിക്കാൻ, അതായത് യഥാർത്ഥ ഐഡന്റിറ്റിയിൽ എത്തുന്നതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആ ഒരു ടെൻഡൻസി അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ഗുരുജി. അപ്പോ ആ ഒരു ചെറിയ തടസ്സം, സ്റ്റാർട്ടിങ് ട്രബിൾ, അതിലോട്ട് പ്രവേശിക്കാൻ നമുക്കൊരു പ്രയാസം ഉള്ളത് പോലെ. കാരണം ആ മനസ്സിന്റെ ആ ഇൻഫ്ലുവൻസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് പിന്നെ രക്ഷപ്പെടാൻ ഒരു സാധ്യത, ഒരു ഗുരുജി പറഞ്ഞ ആ രക്ഷപ്പെടൽ, അതായത് ഒളിച്ചോടുന്ന ആ സാധ്യത സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ തുടങ്ങുകയാണ്. സാധാരണ ജീവിതം യാന്ത്രികമായി നയിക്കുന്ന അവസരത്തിൽ നാം കുഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ. അവിടെ നിന്ന് രക്ഷപ്പെട്ടത് സാധനാ ജീവിതത്തിലോട്ട് പ്രവേശിച്ചപ്പോൾ ആണ്. അത് വേറൊരു തരം രക്ഷപ്പെടലായിരുന്നു നമ്മുടെ. അപ്പോ അങ്ങനെ നമ്മൾ പിന്നെ സാധനാ ജീവിതത്തിലോട്ട് നമ്മൾ പ്രവേശിച്ചപ്പോൾ ആണ് തന്നറിവ് ആർജിക്കാൻ ഉള്ള പാതയിലോട്ട് നമ്മൾ പോലും അറിയാതെ ഗുരുകാരുണ്യത്താൽ നയിക്കപ്പെട്ടപ്പോഴാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടത്. എന്നാൽ സാധന ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിനെ അഴിച്ച് പണിയാൻ ശ്രമകരമായി തോന്നുമ്പോൾ പ്രബലമായ മനസ്സും അഹംബോധവും നമ്മൾ വേറെ ഒരു തലത്തിലുള്ള ഒരു രക്ഷപ്പെടലിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. ബോധപ്രാപ്തനിൽ നിന്നും, അതായത് സാധനയിൽ നിന്നും ഒളിച്ചോടുവാൻ ഉള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കും. വീണ്ടും ആ മനസ്സ് വേറെ ഒരു തെറ്റിദ്ധാരണയോട് സൃഷ്ടിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒളിച്ചോട്ടം എന്നല്ല രക്ഷപ്പെടൽ എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോ ഒരുവൻ നിൽക്കുന്ന ആ മനോതലത്തിലാണെങ്കിൽ, ട്രിക്കി മൈൻഡിന്റെ ഇൻഫ്ലുവൻസിൽ നിൽക്കുവാണെങ്കിൽ, അത് പറയുന്നതെല്ലാം അതിനെ ആരോപിക്കുന്നു. മനസ്സിനെ നമ്മൾ കുറ്റം പറയുന്നു. നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. പക്ഷെ എവിടെ പോയി നമ്മുടെ ബുദ്ധി? ഈശ്വരൻ നമുക്ക് ആ ഒരു ഉപകരണം തന്നിട്ടുണ്ടല്ലോ, വിവേചിച്ചറിയാനുള്ള ബുദ്ധി. അപ്പൊ ആ ബുദ്ധിയുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടോ? അത്രയും ആ മനസ്സ് പ്രബലമായിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന, അപ്പൊ അവിടെ നമ്മളൊന്ന് കുറച്ചുകൂടെ അലേർട്ട് ആകേണ്ടതാണ്. ഒളിച്ചോടാനുള്ള ആ ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മനസ്സ് രക്ഷപ്പെടുന്ന രീതിയിലും പറഞ്ഞു തരുവാണെങ്കിൽ അത് നമ്മുടെ മനസ്സ് പറയുന്നു. അതായത് നമ്മൾ ആ തലത്തിൽ നിന്ന് നമ്മൾ തന്നെ പറയുന്നു. അപ്പൊ എന്തിനെ നമ്മൾ ഗൗനിച്ചിട്ടേ ഇല്ല. ആ വിവേചിച്ചറിയുന്ന ബുദ്ധിക്ക് നമ്മൾ അതിലോട്ട് ഡിപ്പെൻഡേ ചെയ്തില്ല നമ്മള്. അപ്പൊ നമ്മൾ തന്നെയാണ് കാരണക്കാർ നമ്മുടെ അവസ്ഥയ്ക്ക്. അപ്പൊ അടുത്ത പാരഗ്രാഫില്, ആത്മീയ പാതയിൽ വർഷങ്ങളായി സഞ്ചരിച്ച സാധകന് അറിയാൻ മനസ്സുമായി ചേർന്നിരിക്കുമ്പോൾ, പല കാര്യങ്ങൾ അറിയാൻ മനസ്സുമായി ചേർന്നിരിക്കുമ്പോൾ അവൻ കലുഷിതമായും അതൃപ്തൻ, അശാന്തൻ, അസന്തുഷ്ടൻ ആയും ഒക്കെ ജീവിക്കുന്നത്. എന്നാൽ വിവേക ബുദ്ധിയോടൊപ്പം അല്ലെങ്കിൽ നിരീക്ഷകനോടൊപ്പം നിൽക്കുവാണെങ്കിൽ അവൻ ശാന്തൻ, ഭയഹീനൻ, തൃപ്തൻ, സന്തുഷ്ടൻ ആയി വർത്തിക്കുന്നതാണ്. ഓരോ സാധകരുടെ നിലനിൽപ്പ്, നമ്മൾ ഈ അവസ്ഥ എല്ലാം നമ്മൾ കടന്നു പോയവരാണ്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റും. ആ മനസ്സ് പ്രബലമായിരിക്കുമ്പം എങ്ങനായിരുന്നു നമ്മള്.
പക്ഷെ ആ വിവേക ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ ആ മറ്റേ ഒരു രീതിയും അനുഭവിച്ചറിഞ്ഞവരാണ് മിക്കവാറുള്ള സാധകർ. അപ്പൊ ഓരോ സാധകരുടെയും നിലനിൽപ്പ് മനസ്സിലാണോ നിരീക്ഷകനിൽ ആണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് പറ്റുന്നതാണ്. അപ്പോ ലക്ഷണങ്ങൾ ചിലതുണ്ടാവും. അതായത് മൈൻഡ് ആണെങ്കിൽ നിലനിൽക്കുന്നത് ആ മോണി പറഞ്ഞതുപോലെ അകൃത്യനൊക്കാക്കുന്നു. ആ മനസ്സ് തെറ്റിദ്ധരിപ്പിക്കാനും, പിന്നെ വേറെ ഒന്നുള്ളത് മനസ്സ് തെറ്റിദ്ധരിപ്പിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ വ്യാഖ്യാനം കൊടുക്കുവാണെങ്കിൽ, ന്യായീകരണം കൊടുക്കുവാണെങ്കിൽ, പ്രതികരിക്കുവാണെങ്കിൽ അതും ഒരു ലക്ഷണമാണ് ആ മൈൻഡ് പ്രബലമാണെന്ന്. അപ്പോ അതിന് ആ ടെൻഡൻസി ഉണ്ട്. മനസ്സിന് അതിന്റെ വഴിക്ക് പോകാൻ സ്വതന്ത്രനാകാന്. അപ്പോ അങ്ങനെ വരുമ്പം ആ ഗുരു നിർദ്ദേശം ഉൾക്കൊള്ളാൻ പ്രയാസവും പിന്നെ പ്രയാസമായിട്ട് തോന്നുകയും ഒരു നിയന്ത്രണം പോലെ തോന്നുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും അതൊക്കെ ആണെങ്കിൽ മനോതലത്തിലാണ് നിലനിൽപ്പ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥ ലോകത്തിൽ നിന്നും വളരെ അകന്ന് നിൽക്കുകയാണ്. അപ്പോ ഇതാണ് പിന്നെ ഈ ഒളിച്ചോട്ടം പിന്നെ ആ ടെൻഡൻസി ഉണ്ടാകുമ്പം നിന്ന് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് നമ്മുടെ ആ പിന്നെ സ്വഭാവം ഏത് തരത്തിലാണ്, അത് അനുസരിച്ച് നമുക്ക് ഡിസ്കംഫർട്ട് വരുന്നുണ്ട്. ഗുരു വാക്യങ്ങൾ കേൾക്കുന്നതിൽ ചില ഡിസ്കംഫർട്ട് ഉണ്ട്. എന്നല്ലാതെ നമ്മളെ അങ്ങ് വിട്ടു തന്നാൽ നമ്മൾ സന്തുഷ്ടനായിട്ട് ജീവിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം മൈൻഡ് നല്ല പ്രബലമായിട്ടിരിക്കുന്നതാണ്. അതാണ് ആ ഒരു ലക്ഷണം. പിന്നെ അടുത്തത് ഗുരുജി പോകുന്ന അതിൽ 2-3 കാര്യങ്ങൾ എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതായത് നിരീക്ഷകൻ ഇല്ലാതെ ഇരിക്കുന്നത് സ്വാതന്ത്ര്യം ആയി കരുതരുത് എന്ന് പറഞ്ഞാൽ മനോതലത്തിൽ നിന്ന് വ്യവഹരിക്കുന്നത് സ്വാതന്ത്ര്യമായിട്ട് കരുതരുത്. നിരീക്ഷകൻ ഉള്ളതും അസ്വാതന്ത്ര്യം ആയും കരുതരുത്. അസ്വാതന്ത്ര്യമായിട്ട് കരുതുവാണെങ്കിലും അതും മനോതലത്തിൽ ഉള്ളവർക്കാണ് ഇത് ഇങ്ങനെ പറ്റുന്നത്. കാരണം നിരീക്ഷകൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമുക്ക് മനോതലത്തിലോട്ട് പോകാൻ അല്പം പ്രയാസം ആയിരിക്കും. അതാണ് അങ്ങോട്ട് നേർവഴിക്ക് കൊണ്ടുപോകും. അപ്പൊ നിരീക്ഷകൻ ഉള്ളത് പിന്നെ അസ്വാതന്ത്ര്യമായിട്ട് കരുതുകയാണെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സ് പ്രബലമായിട്ടിരിക്കുന്നു. ഈ 2 കേസ് കാണിക്കുന്ന അതാണ്. അപ്പോ ആ മനസ്സ് എന്തിന് നമ്മൾ ആ മനസ്സിനെ അങ്ങനെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? മനസ്സിന് നമ്മളെ പറ്റി ഉള്ള ഒരു ധാരണ, എന്തോ ഒരു ധാരണ ഉണ്ട്. മനസ്സിന് നമ്മളെ പറ്റിയുള്ള ആ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മളെ കുറിച്ച് അത് ശരിയാണോ എന്ന് നമ്മളോട് ഒന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ അപ്പോഴെങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്? നമ്മുടെ ബിഹേവിയറിന് ഒരു കൺസിസ്റ്റൻസി ഇല്ല, ചഞ്ചലാത്മകമാണ്. അപ്പോ അതാണ് തലം. നമ്മുടെ ബന്ധസ്ഥനായി ചഞ്ചലത്വമുള്ള ആ ഒരു ബിഹേവിയർ പാറ്റേൺ ഉള്ളപ്പം ആ മനസ്സ് നമ്മളെ കുറിച്ച് അങ്ങനാണ് പിന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ അതല്ലാത്ത ഒരു മാർഗത്തിലൂടെ നമ്മളെ അറിയണമെങ്കിൽ കുറച്ചുകൂടി ഒരു ആ ഉന്നത തലത്തിൽ, ആ ബുദ്ധിതലത്തിലോട്ട് അങ്ങനെ വല്ലതും മാറി നമ്മൾ കണ്ടിട്ടുണ്ടോ? അതും നമ്മൾ ആഗ്രഹിക്കില്ല, അങ്ങനെ കണ്ടിട്ടും ഉണ്ടാവില്ല. പിന്നെ അപ്പൊ ശരിക്കും പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നമ്മള് പിന്നെ നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ വേറെ ഒരു തലത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു ഫീസിബിലിറ്റി ഉണ്ട് ഓഫ് നോയിങ് അനദർ ആസ്പെക്ട് ഓഫ് യുവർ സെൽഫ്. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് പറഞ്ഞാൽ മനോതലത്തിൽ നിന്ന് പിന്നെ ആ തലത്തിൽ അറിയുന്നതിൽ നിന്ന് നമ്മള്
പിന്നെ മാറാൻ അല്പം പ്രയാസമാണ് നമുക്ക് കണ്ടറിയാതെ. അപ്പൊ ആ ഒരു അതർ ഫീസിബിലിറ്റി കണ്ടറിയാതെ അപ്പൊ നമ്മളെ ആ തലത്തിൽ കണ്ടറിയാതെ അവിടെ നിന്ന് എല്ലാം ഓടി രക്ഷപ്പെടുകയാണ് നമ്മൾ. എന്നിട്ട് എങ്ങോട്ടാ നേരിട്ട് പോകുന്നത്? മനോതലത്തിലോട്ട്. അവിടെ തെറ്റിദ്ധാരണകളും എല്ലാം അവിടെ കാണും. പക്ഷെ നമ്മൾ കേട്ട് കാണും, നമ്മൾ ഈ മൈൻഡ് അല്ല വേറെ എന്തോ ആണെന്ന്. അതുകൊണ്ട് ശ്രമിക്കുമ്പം അപ്പോഴും കാണാൻ പറ്റുന്നില്ലെന്ന്, ആ വേറെ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ബുദ്ധിയുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു. ബുദ്ധിയെ മൈൻഡ് ഹൈജാക്ക് ചെയ്തു, അതിനെ കാണിച്ചിക്കൊണ്ടുപോയി. ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ആ തലത്തിൽ തന്നെ കിടക്കും. രക്ഷപ്പെട്ടു പോയി. പിന്നെ അപ്പോ പിന്നെ അതല്ലാതെ ആ നിരീക്ഷകന്റെ തലത്തിലോട്ടോ വല്ലതും പോകുവാണെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ആ തലത്തിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മളെ ആ ചഞ്ചലാത്മകമായ പിന്നെ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നതും ന്യായീകരിക്കുന്നതും അതിൽ നിന്ന് മാറി ശാന്തനായ തൃപ്തനായ ആ ഒരു തലത്തിൽ അങ്ങനെ എത്താൻ പറ്റുമെങ്കിൽ എന്തും കൊണ്ട് പിന്നെ ഞാൻ അതായിരിക്കാം എന്ന് ചിന്തിക്കണം. അതാണ് ഗുരുജി, അതാണ് പോയിന്റർ. ഗുരുജി പറയുന്നത് അത് പറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു രീതിയിൽ ഒരു ജ്ഞാനാത്മക മനസ്സ് വാർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ശാന്തനായിട്ടിരിക്കുന്ന ഒരു തലത്തിൽ ഞാൻ അതായിരിക്കാം എന്ന് എന്തിന് ചിന്തിക്കണം? ഡൗട്ട് അവിടെ അപ്പോഴും ഉണ്ട്. അപ്പോ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാ വി ഹാവ് ടു ബി വിത്ത് ആ ശാന്തത, നിശ്ചലത, ആ ക്വയറ്റ്നെസ്സില്, സൈലൻസില് നിലനിൽക്കണം. നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രലായിട്ട് മൈൻഡിന്റെ എല്ലാ ആക്ടിവിറ്റീസും ഔട്ട്സൈഡും എല്ലാം നമ്മൾ നിരീക്ഷിച്ച് ആ രീതിയിൽ നിരീക്ഷകനെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ നിരീക്ഷണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ നിരീക്ഷകൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ മൈൻഡ് ലെവലിലോട്ട് പോകൂല. എനിക്ക് കാണേണ്ടി വരും. ആ കാണുന്നത് അപ്പൊ അതാണ് ഗുരുജി പിന്നെ പറയുന്നത്, ഞാൻ ഇന്നതാണ് എന്ന് മനസ്സിന്റെ തെറ്റിദ്ധരിക്കലിനല്ല അവിടെ പ്രസക്തി. പകരം ഞാൻ യഥാർത്ഥത്തിൽ എന്താണ്, അതായത് നിരീക്ഷകൻ കണ്ട ഞാൻ എന്താണ് എന്നതിനാണ് പ്രസക്തി. അപ്പോ നിരീക്ഷണ തലത്തിൽ നിന്ന് നമ്മള് ഉള്ളിൽ ഒരു പിന്നെ അവിടെ ഒരു നത്തിങ്നെസ് പോലെ ആ ഒരു തലത്തിൽ നിൽക്കാം. ആ ഒരു തലത്തിൽ എത്തുവാണെങ്കിൽ അവിടെ ഒരു ചേഞ്ച്ലെസ് സ്റ്റേറ്റ് ആയിട്ട് അങ്ങനെ നിലനിൽക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളുടെ യഥാർത്ഥ അസ്തിത്വം അറിഞ്ഞ് അനുഭവിക്കാം. അപ്പോ അത് അനുഭവിക്കണമെങ്കിൽ നിശ്ചലമായ നിരീക്ഷകനായ അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളെ നിശ്ചല തത്വമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിന്റെ ലക്ഷണം എന്തായിരിക്കും? അതിലോട്ട് പോകുവാണെങ്കിൽ, ആ തലത്തിൽ എത്താൻ പറ്റുവാണെങ്കിൽ, പിന്നെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു മനോവൃത്തി അവിടെ ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ഒരു കോൺഷ്യസ് പ്രിക്ക് എന്ന് പറയും, മനസാക്ഷി കുത്തുപോലെ വരും. അതൊരു ഡിസ്കംഫർട്ട് നമുക്ക് വരും. അതാണ് അതിന്റെ ഒരു ലക്ഷണം. നേരെ മറിച്ച് മനോതലത്തിൽ നിൽക്കുമ്പം നമുക്ക് അത് കംഫർട്ട് സോൺ ആയിട്ട് തോന്നും. പക്ഷെ നിരീക്ഷകന്റെ തലത്ത് വരുമ്പം ഈ മനോതലത്തിൽ എന്തെങ്കിലും ഒന്ന് വന്നാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു ലെവലുണ്ട്. അങ്ങനെയും ഉണ്ട്.
അതോട് അതിലോട്ട് കടക്കുമ്പം അതറിയും. ആ ഒരു ഡിസ്കംഫർട്ട് വരും. ശരി, അത് മനോതലത്തിൽ നിന്നുണ്ടായതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അത് കാരണം എന്തിലോട്ടാ പോകുന്ന ആ മറ്റേ നിശ്ചല തത്വത്തിലോട്ടാണ്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ തിരിച്ചറിയാൻ പറ്റും, ആ ബോധവികാസം ഉണ്ടാവും. അപ്പോ അത് രജിസ്റ്റർ ചെയ്യും. അത് വേറെ ഒരു ലക്ഷണമാണ്. അപ്പൊ ഇത് എല്ലാ സാധകർക്കും അങ്ങനെ അത് അനുഭവിച്ച് അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. ഹരി ഓം. മനസ്സാണ് ദുഃഖത്തിന് കാരണമെന്ന് നമുക്കറിയാം. എന്നാൽ മനസ്സിനെ കളയാൻ നമുക്ക് താല്പര്യവുമില്ല. മനസ്സിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? അപ്പോൾ ഇഷ്ടപ്പെടുന്നതിനെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് മനസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തത്. മനസ്സിനെ നിലനിർത്തിയാൽ മാത്രമേ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിനെ കളയില്ല. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? ആരൊക്കെ നമ്മളോട് നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കാൻ പറയുന്നോ, പ്രത്യേകിച്ച് ബോധപ്രാപ്തനായിട്ടുള്ള ഒരു ഗുരുവാണ് നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ആ ബോധപ്രാപ്തനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. അതായത് നമ്മളെ അടുത്ത് ആരാണോ നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കൂ എന്ന് പറയുന്നത്, അവരിൽ നിന്നെല്ലാം നമ്മൾ ഓടും. അതിപ്പം നമ്മുടെ സുഹൃത്തായിക്കോട്ടെ, നമ്മുടെ സുഹൃത്ത് തന്നെ പറയാണ്, നീ പോകുന്ന റൂട്ട് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ സുഹൃത്തിനെ ഞാൻ മാറ്റും. ഇനി നമ്മുടെ ഗുരുവാണ് പറയുന്നത്, ഒരു ബോധപ്രാപ്തനാണ് പറയുന്നതെന്ന് തന്നെ ഇരുന്നോട്ടെ, നമ്മൾ പതുക്കെ പതുക്കെ അകലാൻ ശ്രമിക്കും. മനസ്സിൻ്റെ പിടി അത്രയും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി പോവുക തന്നെ ചെയ്യും. കാരണം അവിടെ നമ്മുടെ ഈഗോ വർക്ക് ചെയ്യും, മനസ്സ് പ്രബലമാണെങ്കിൽ. കാരണം എനിക്ക് എന്തൊക്കെയോ എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ ആശകളുണ്ട്, എൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. ഇതെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ എനിക്ക് മനസ്സ് കൂടിയേ തീരൂ. ഞാൻ അതിനെ കളയില്ല. അത് നമ്മുടെ വാശിയാണ്. സ്വാമിനമ്മ പറഞ്ഞ പോലെ കയ്യിൽ മുള്ള് കൊണ്ടിട്ട് മുള്ളിനെ പിടിച്ച് കഴിഞ്ഞ സത്സംഗത്തിൽ പറഞ്ഞില്ലേ, ആ മുള്ളിനെ പിടിച്ചുകൊണ്ടേയിരിക്കും, വേദനിച്ചാലും പിടിവിടില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മനസ്സിനോടൊപ്പം നിലനിൽക്കുമ്പോൾ നമ്മളൊരു അടിമയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് നിരീക്ഷകൻ ഉണരുമ്പോഴാണ്. മനസ്സിൻ്റെ ഈ കള്ളക്കളികളെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന നിരീക്ഷകനാണ്. എന്നാൽ നിരീക്ഷകനെ ശക്തിപ്പെടുത്തിയില്ലെങ്കിലോ മനസ്സ് വീണ്ടും ന്യായീകരിക്കും, നമ്മൾ വീണ്ടും മനസ്സിൻ്റെ അടിമയാകും. കാരണം മനസ്സിന് സ്വതന്ത്രമായിട്ട് വ്യവഹരിക്കണമെങ്കിൽ നിരീക്ഷകനെ തള്ളിപ്പറഞ്ഞാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സ് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു ന്യായീകരണമുണ്ട്. ആത്മീയതയിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം കഷ്ടപ്പാടുകളാണ്, ബുദ്ധിമുട്ടുകളാണ്, വിഷമങ്ങളാണ്. ഞാൻ മര്യാദയ്ക്ക് സ്വതന്ത്രനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമായിരുന്നു. എന്നെ പിടിച്ച് ആത്മീയതയിലോട്ടിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണ്, എനിക്ക് ഒരു രക്ഷയില്ല. ഇതെല്ലാം പറയും നമ്മൾ. ഇതെല്ലാം മനസ്സ് കളിക്കുന്ന കള്ളക്കളികളാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നിരീക്ഷകൻ ഉണർന്നാലേ സാധിക്കുകയുള്ളൂ. മനസ്സിനറിയാം ഇതൊക്കെ സത്യമാണ് എന്നുള്ളത്. എന്നാൽ മനസ്സൊരിക്കലും അത് സത്യം അംഗീകരിപ്പിക്കില്ല, തെറ്റിദ്ധരിപ്പിക്കും നമ്മളെ. കാരണം മനസ്സിനെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ നിരീക്ഷിക്കാതിരുന്നാലേ പറ്റൂ. മനസ്സിനെ നിരീക്ഷിക്കാതിരുന്നാലേ മനസ്സിനെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിരീക്ഷണത്തിലൂടെ മാത്രമേ മനസ്സിനെ തിരിച്ചറിയാൻ സാധിക്കൂ, അത് ഉറപ്പാണ്. നിരീക്ഷകൻ ഉണർന്നാലേ യഥാർത്ഥ എന്നെ കാണുവാനും സാധിക്കുകയുള്ളൂ. ഇതുവരെ
ഞാൻ എന്നെക്കുറിച്ച് എന്തെല്ലാം ധരിച്ചു വച്ചിരുന്നോ അതെല്ലാം തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു. മനസ്സിൻ്റെ കാഴ്ചപ്പാടിലൂടെയുള്ള എന്നെയാണ് ഞാൻ കണ്ടിരുന്നത്. ഒരു ഫോൾസ് ഐഡൻറ്റിറ്റിയാണ്, മുഖം മൂടി അണിഞ്ഞ എന്നെയാണ് ഞാൻ കണ്ടിരുന്നത്. അതിൽ ഞാൻ അഭിമാനിച്ചിരുന്നു, അഹങ്കരിച്ചിരുന്നു. അത് ഞാനല്ല. യഥാർത്ഥത്തിൽ സ്വതന്ത്രനായിട്ടുള്ള എന്നെ അല്ല ഞാൻ കണ്ടിരുന്നത്, മനസ്സിൻ്റെ അടിമയായിട്ടുള്ള എന്നെയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. നിരീക്ഷകൻ ഉണർന്നാലേ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. മനസ്സിൻ്റെ അടിമത്തത്തിൽ നിന്നും, ആ കൂട്ടിൽ നിന്നും. മനസ്സ് ഒരിക്കലും അത് സമ്മതിക്കില്ല, നമ്മളെ സ്വതന്ത്രനാക്കാൻ സമ്മതിക്കില്ല, നിരീക്ഷകനെ ഉണരാൻ അനുവദിക്കില്ല. അപ്പം അതുകൊണ്ടാണ് സാധകൻ ധീരനാണ് എന്ന് പറയുന്നത്. സാധകൻ ധീരനായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിൻ്റെ അടിമയായിരിക്കുന്ന എന്നെ നിരീക്ഷണത്തിലൂടെ സഞ്ചരിപ്പിച്ച് നിരീക്ഷകനിലേക്ക് എത്തിച്ച് സ്വതന്ത്രനാക്കുക എന്നുള്ളതാണ് ആ ധീരനായിട്ടുള്ള സാധകൻ്റെ പോരാട്ടം എന്ന് പറയുന്നത്. അങ്ങനെ എത്തുമ്പോൾ എന്തു പറ്റും? അവിടെ ജയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോഴാണ് ഞാൻ എന്നെ പൂർണ്ണമായിട്ടും കാണുന്നത്, എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് കാണുന്നത്, അനുഭവിക്കുന്നത്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഇന്നും ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഒരു സാധകന് മനസ്സ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതായത് ഒരു സാധകൻ ഗുരുനിർദ്ദേശപ്രകാരം സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ മനസ്സ് അവനെ എന്തെല്ലാം തരത്തിൽ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് വളരെ വിശദമായി വ്യക്തമായി ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിലൂടെ ഗുരുജി നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നു. അതായത് ഭൗതികതയിൽ മനസ്സ് മുഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുവാൻ വേണ്ടി വഴി തേടിയാണ് ഒരു അന്വേഷകൻ ഗുരുവിനെ സമീപിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്തവരാരും ഗുരുവിനെ ചെയ്യാത്ത ഒരവസരത്തിലാണ് നമ്മൾ ഗുരുവിനെ അന്വേഷിച്ചെത്തുന്നത്. അപ്പൊ ഈ മനസ്സ് സൃഷ്ടിച്ച ദുഃഖങ്ങളിലും ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് നമ്മൾ ഗുരുവിനെ സമീപിക്കുന്നത്. എന്നാൽ ഗുരു എന്താണ് പറയുന്നത്? ഗുരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതേ മനസ്സാണ് ഈ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം കാരണം. ഗുരു പറയുന്നത് അന്വേഷകനോട് നിന്റെ മനസ്സാണ് ഈ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം കാരണം. ഇത് കേൾക്കുമ്പോൾ ആദ്യം അത് ഉൾക്കൊള്ളുവാൻ അവന് കഴിയാതെ വരും. കാരണം അതുവരെ മനസ്സ് പറയുന്നത് അനുസരിച്ചാണ് അവൻ നടന്നിരുന്നത്. മനസ്സിന്റെ ഇഷ്ടമാണ് അവന്റെയും ഇഷ്ടം എന്ന തെറ്റിദ്ധാരണയോടെയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സ് വേറെ ഞാൻ വേറെ എന്ന ചിന്ത അവനിൽ അതുവരെ ഉണ്ടായിരുന്നില്ല. ഗുരുവിനെ കണ്ടുമുട്ടുന്നതിന്, അതായത് മനസ്സിന്റെ ലോകത്ത് മാത്രമാണ് അവൻ കഴിഞ്ഞിരുന്നത്. ഗുരുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മനസ്സിന്റെ ലോകത്ത് മാത്രമാണ് അവൻ കഴിഞ്ഞിരുന്നത്. മനസ്സിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അവൻ ചിന്തിച്ചത് പ്രവർത്തിച്ചതുമെല്ലാം. മനസ്സ് അവനെ പലതിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മനസ്സിൽ നിന്ന് പല ചോദ്യങ്ങൾ ഉയർന്നു വരും. അപ്പൊ ഈ മനസ്സിൽ തന്നെ ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് ഒരു ഗുരുവിനെ സമീപിക്കുന്നത്. ഗുരു അവനോട് മനസ്സിനെ നിരീക്ഷിച്ച് നിരാകരിക്കാനുള്ള സാധനാ മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ രക്ഷപ്പെടൽ എന്ന ഒരു പ്രയോഗം ഗുരുജി ഈ വൃത്തത്തിലെ ശൂന്യതയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ നിത്യസത്യത്തെ അറിയുവാൻ മനസ്സിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടൂ എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ സാധകൻ മനസ്സിന് കീഴടങ്ങി ഗുരുവിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ എന്ന് ഗുരുജി വളരെ സൂക്ഷ്മമായി ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ സദാ ചലിച്ചുകൊണ്ട് മനസ്സ് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
ശരിക്കും ഉറച്ച സാധകർക്ക് മാത്രമേ അതിൽ കഴിയൂ. അല്ലാത്ത സാധകർ സാധനയിൽ നിന്നും പതുക്കെ പിൻവാങ്ങും. പക്ഷെ ഈ പിൻവാങ്ങൽ ഒരു രക്ഷപ്പെടലാണെന്ന് അവന്റെ മനസ്സ് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ഒളിച്ചോട്ടമാണ്. അതൊരു ഒളിച്ചോട്ടമാണെന്ന് പോലും അംഗീകരിക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കയില്ല. അപ്പൊ മനസ്സിന് കീഴടങ്ങി കഴിഞ്ഞാലുള്ള ആ ഒരു അപകടം ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ മനസ്സിനോടൊപ്പം നീങ്ങിയാൽ ഒരിക്കലും ഈ നിരീക്ഷകനെ നമുക്ക് ഉണർത്തുവാൻ കഴിയില്ല. ഈ ഗുരുക്കന്മാരെല്ലാം മനസ്സിനെ നിരീക്ഷിച്ച് നിശ്ചലമാക്കി ബോധവികാസം നേടി ആ പ്രാപഞ്ചിക ബോധത്തിൽ നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ട് എങ്ങനെ ആ തലത്തിലേക്ക് എത്തിച്ചേരാമെന്ന് അനുഭവത്തിലൂടെ ഗുരുജി പറഞ്ഞു തരുന്നു. അപ്പൊ അത് നിരീക്ഷകനെ ഉണർത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന്റെ ആദ്യ പടിയാണ് ഈ നിമിഷത്തിൽ നിലനിന്നുകൊണ്ട് മനസ്സിനെ നിരീക്ഷിക്കുക എന്നത്. ആ സദാ മനസ്സിനെ നിരീക്ഷിക്കുക, അത് തന്നെയാണ് സാധന, നിത്യസാധന. പക്ഷെ തുടക്കത്തിൽ മനസ്സ് ഇതിനെ ശക്തമായി ചെറുക്കുന്നു. ഈ സാധനം മുടക്കുവാൻ മനസ്സിന് പല ന്യായീകരണങ്ങളും കാണും. സാധകൻ അതിൽ വീണു പോകാതിരിക്കുവാൻ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഗുരുജി ഇവിടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സാധകൻ സുരക്ഷിതനാകുന്നത് അവനിൽ നിരീക്ഷകൻ ഉണരുമ്പോഴാണ്. എപ്പോഴാണ് അവൻ സുരക്ഷിതനാകുന്നത്? മനസ്സിന്റെ കൂടെ നിൽക്കുമ്പോഴാണോ അതോ നിരീക്ഷകൻ ഉണരുമ്പോഴാണോ എന്നുള്ള ഒരു ചോദ്യം അവൻ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പം എപ്പോഴും നിരീക്ഷകൻ ഉണരുമ്പോഴാണ് ആ സാധകൻ സുരക്ഷിതനാവുന്നത്. കാരണം അവന്റെ മുന്നോട്ടുള്ള യാത്ര പിന്നെ നിരീക്ഷകനോടൊപ്പം ഉള്ള ആ യാത്ര അവനെ സുരക്ഷിതത്വത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. കാരണം അപ്പോൾ മനസ്സിന്റെ ഈ പ്രവർത്തനങ്ങൾ കുറയുന്നു, വിവേക ബുദ്ധിയോടെ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ അവന് കഴിയുന്നു. എന്നാൽ ഗുരുവിനെ കാണുന്നതിന് മുമ്പുള്ള സ്ഥിതി അതായിരുന്നില്ല. മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രമാണ് അവൻ സ്ഥാനം നൽകിയിരുന്നത്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ മനസ്സ് സൃഷ്ടിച്ചു. എല്ലാവർക്കും പറയുവാനുണ്ടാവും. ഗുരുവിന്റെ കീഴിൽ സാധന ചെയ്യുന്ന സാധകർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ഭൗതിക തലത്തിൽ മാത്രമല്ല, സാധകർക്ക് ഒരുപക്ഷെ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രശ്നങ്ങളെ മനസ്സിന്റെ തലത്തിൽ നിന്ന് നോക്കിക്കാണാതെ കുറച്ചുകൂടി ഉയർന്ന ബോധതലത്തിൽ നിന്ന് നോക്കിക്കാണുവാൻ ഈ നിരീക്ഷകൻ സഹായിക്കുന്നു. കാരണം മനസ്സ് അവിടെ നിശ്ചലമായി ഇരിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു ഇതാണ്. അത് മനസ്സിന്റെ തലത്തിലൂടെ അല്ലാതെ നിങ്ങൾ ഞാൻ ആരാണ് എന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇതിൽ ഗുരുജി പറയുന്നുണ്ട്. അതായത് മനസ്സിലൂടെ അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം. നമ്മൾ സാധാരണ നമ്മൾക്കൊരു വ്യാഖ്യാനം, സ്വയം നമ്മളൊരു വ്യാഖ്യാനം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അത് മനസ്സിന്റെ തലത്തിൽ വെച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. അപ്പൊ ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത്, മുൻപ് ഗുരുജി ഒരു സത്സംഗത്തിൽ പറഞ്ഞതാണ്. അതായത് 2-3 വർഷം മുമ്പ് വീക്കിലി സത്സംഗം, സാധകനും പുസ്തക പാരായണവും. അതിൽ ഗുരുജി പറഞ്ഞ ഒരു പ്രത്യേക ഒരു കാര്യം, അതായത് ഒരു സാധകൻ ആദ്യം വായിച്ചിരിക്കേണ്ടത് അവന്റെ ജീവിതമാകുന്ന പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകം വായിക്കുന്നത് മനസ്സാണെങ്കിൽ അതിനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ നിരീക്ഷകനാണ് അവിടെ വായനക്കാരൻ ആവേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൂടാതെ ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, കഴിഞ്ഞ മന്ത്ലി സത്സംഗില് ഞാൻ വന്നിട്ടില്ല എങ്കിലും ആ ഫോട്ടോസൊക്കെ കണ്ടു, കാൻഡിൽ മെഡിറ്റേഷൻ. ഞാൻ ഗുരുജിയോട് അതിനെക്കുറിച്ച് ചോദിച്ചു എന്താണ് അതിന്റെ. അപ്പൊ ഗുരുജി പറഞ്ഞത് ആ കാൻഡിൽ, ആ പ്രകാശം, അത് നമ്മുടെ ആത്മാവിന്റെ പ്രതീകമാണ്. പ്രകാശത്തിന് അതിരുകളില്ല, അതൊരു ഊർജമാണ്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ നിരീക്ഷിച്ച് ആ നിമിഷത്തിൽ നിന്നുകൊണ്ട് മനസ്സിനെ നിശ്ചലമാക്കി ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ ഇങ്ങനെ ആ താളബോധത്തിൽ അതിനെ സംരക്ഷിച്ച് നമ്മൾ ഇങ്ങനെ നീങ്ങുമ്പോൾ ആ ഒരു താളലയം അവിടെ നടക്കുന്നു. ശരീരവും മനസ്സും ഈ ബോധവും എല്ലാം ഒരേ താളത്തിൽ, അത് വെച്ച് നമുക്ക് നൃത്തച്ചുവടുകൾ വരെ വെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഗുരുജി പറഞ്ഞു തന്നു. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായത്, അതായത്
ഉദ്ദേശിക്കുന്നത് ഈ കാൻഡിൽ മെഡിറ്റേഷനിൽ സാധകര് അത് കൈമാറുന്നുണ്ട്. മറ്റൊരു സാധകന് വണങ്ങി നിന്നുകൊണ്ട് ആദരവോടെ അത് കൈമാറുന്നു. ആ സാധകൻ കുറച്ചു കഴിഞ്ഞ് മറ്റൊരു സാധകന് കൈമാറുന്നു. അങ്ങനെ സാധകരിലൂടെ ഈ പ്രകാശം അങ്ങനെ പോവുകയാണ്, സഞ്ചരിക്കുകയാണ്. അപ്പൊ ആത്മാവ് ആണ് ആ കാൻഡിലിന്റെ പ്രകാശം എന്ന് പറയുന്നത്, അത് പ്രതീകാത്മകമായിട്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലൂടെ ഇങ്ങനെ പല പല ശരീരങ്ങൾ കൈമാറി കൈമാറി പോകുന്നു. അപ്പൊ ഞാൻ ആരാണ് എന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും. ആത്മാവ് ആത്മബോധം ആണ് ഞാൻ എന്നുള്ള ആ ഒരു അറിവാണ് ഗുരുജി ഈ കാൻഡിൽ മെഡിറ്റേഷന്റെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത്. ഇങ്ങനെ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ മനസ്സിനൊരിക്കലും കഴിയില്ല. കാരണം ഞാൻ എന്നത് അനുഭവമാണ്. നിരീക്ഷകന് മാത്രമേ ആ അനുഭവത്തിലേക്ക് സാധകനെ ഉയർത്തുവാൻ കഴിയൂ. കാരണം ആ സത്തയില് അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതൊരു അനുഭവമാണ്. അപ്പൊ ആ നിരീക്ഷകൻ മാത്രമേ ആ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ ആ മെഡിറ്റേഷൻ സത്സംഗില് അവിടെ നടക്കുന്നത് ആ നിരീക്ഷണമാണ്. മനസ്സ് ഈ നിമിഷത്തിൽ നിൽക്കുകയാണ്, മനസ്സ് ചലനരഹിതമാണ്. അപ്പൊ നിരീക്ഷകൻ അവിടെ ഉണരുന്നു. എല്ലാ സാധകരുടെയും അനുഭവങ്ങള് വോയിസ് മെസ്സേജ് ആയിട്ട് കേട്ടു. അപ്പോഴും ആ മനസ്സിലാക്കാൻ സാധിച്ചത് നിരീക്ഷകൻ ഉണരുന്നുണ്ട് അവിടെ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ ആ നിരീക്ഷകനെ ഉണരണമെങ്കിൽ നമ്മൾ ഈ നിത്യസാധന, അതായത് ഈ നിരീക്ഷണം, മനസ്സിനെ മാറി നിന്ന് നിരീക്ഷിക്കുക, അതാണ് നിത്യസാധന. അതോടൊപ്പം തന്നെ ഗുരുവിന്റെ കൃപാകടാക്ഷവും ഉണ്ടാകണം നിരീക്ഷകന് ഉണരണമെങ്കിൽ. പലരും പറയുന്നുണ്ട് ധ്യാന സെന്ററിൽ എത്തുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക എനർജിയാണ്, പക്ഷെ വീട്ടിൽ വന്നാൽ അത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. ഗുരുവിന്റെ ആ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ ആ എനർജി, ആ ഊർജ മണ്ഡലം, ആ ബോധമണ്ഡലം തീർച്ചയായിട്ടും അത് സാധകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു നിരീക്ഷകനെ ഉണർത്താൻ. അപ്പോ ഈ നിരീക്ഷകനെ ഉണർത്താൻ, ഗുരുകൃപയാൽ നിരീക്ഷകനെ ഉണർത്താൻ എല്ലാ സാധകർക്കും സമർപ്പിക്കുന്നു. ഹരിയോം. ഹരിയോം. നിരീക്ഷകൻ എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പേ ഇന്നലെ വിറ്റു ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഗുരുവുമായിട്ട് ചർച്ച ചെയ്തു. അപ്പം ഗുരു പറഞ്ഞത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് പ്രശ്നങ്ങൾ, മനസ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അവിടെ നിരീക്ഷകൻ എങ്ങനെ പ്രവർത്തിക്കണം, ഇതാണ് രത്ന ചുരുക്കം. വിട്ടു പറയുകയുണ്ടായി. നിത്യേന നമ്മൾ തൊഴിലിലും മറ്റു മാർഗങ്ങളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പല പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ സമയത്ത് ഈ നിരീക്ഷകൻ എങ്ങനെ പ്രവർത്തിക്കും? ഗുരുജിയോട് ചോദിച്ചപ്പോ ഗുരുജി പറഞ്ഞത്, നിങ്ങൾ ഒരു ഭാഷ പഠിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കും. നമ്മൾ ആദ്യം വേർഡ്സ് ആയി, സെന്റൻസസ് ആയി, പിന്നെ ഗ്രാമറിലേക്ക് വരുന്നു, പാസ്റ്റ്, പ്രസന്റ് ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ് ഓരോന്നും പഠിക്കുന്നു. ഈവൻ ഫോണറ്റിക്സ് പഠിക്കുന്നു. ഭാഷയിൽ തന്നെ നമ്മൾ വളരെയധികം കാര്യങ്ങൾ അതിന്റെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ നന്ന പണിപ്പെടുന്നുണ്ട്. ഒരു ക്രിയേറ്റീവ് വരുമ്പോഴത്തേക്ക് ആ സെന്റൻസിൽ എന്തെങ്കിലും പിഴവുകൾ വരുന്നു. അപ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമറും ഇതുമൊക്കെ നമ്മൾ എങ്ങനെ പ്രായോഗിക തലത്തിൽ ഇതിനെ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം വരുന്ന സമയത്ത് ഈ ഗ്രാമറും
ഇതും എല്ലാവരും വെച്ചിട്ട് ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? ഇതിനെയൊക്കെ വിവേചിച്ചറിയാനും അതിനെ ആ സമയത്ത് യൂസ് ചെയ്യാനും എങ്ങനെ പോസിബിൾ ആണ്? എന്നാൽ സമയം അത് പ്രൂവ് ചെയ്തു, ഇതെല്ലാം പോസിബിൾ ആണ്. എപ്പോൾ നമ്മൾ അതിൽ ജീവിക്കുമ്പോൾ, അത് നമ്മുടെ ഭാഗമായി വരുമ്പോൾ ഇതെല്ലാം പോസിബിൾ ആണ്. അത് തന്നെയാണ് ഒരു വ്യക്തി നിരീക്ഷകൻ ഉണരുമ്പോൾ സംഭവിക്കുന്നത്. കാരണം അവിടെ അവൻ പ്രവർത്തിക്കുന്നില്ല, ആ നിരീക്ഷകനാണ് അവിടെ വർത്തിക്കുന്നത്. കാരണം അവിടെ നിലനിൽക്കുന്നത് ആ നിരീക്ഷകൻ മാത്രം. ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമ്മള് ഒരു കുഴിയിൽ വീണാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരും യഥാർത്ഥത്തില് പ്രശ്നം ഇവിടെയല്ല. ഈ കുഴിയെ നിർവചിക്കുന്നത് ആരാണ്? അവിടെയാണ് നിരീക്ഷകന്റെ റോള്. പലപ്പോഴും മനസ്സ് നിലനിൽക്കുന്നത് കംഫർട്ട് സോൺസിലാണ്. അതിന് യാതൊരു രീതിയിലുള്ള മമത ആ സത്യത്തിനോടോ നിന്നോടോ ഇല്ല. അതിന് വേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, തന്റെ കംഫർട്ട്സ്. അത് സുരക്ഷിതമായിരിക്കണം. അതാണ് പലപ്പോഴും ഗുരു പറയുന്നത്. സ്വാർത്ഥത ഒരുവനിൽ എത്രമാത്രം രൂഢമൂലമായിരിക്കുന്നു, അത്രത്തോളം മനസ്സ് അവിടെ വർത്തിക്കുന്നു. അപ്പോൾ അവൻ ആ കുഴിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ആ സമയത്താണ് എന്തോ പൂർവജന്മ സുഹൃതം കൊണ്ട് ഒരു സത്യാന്വേഷി ആ ഗുരുവിൽ എത്തിച്ചേരും. ഗുരുവിൽ എത്തിത്തുടങ്ങിയാൽ ആ നിമിഷം മനസ്സ് അതിന്റെ യഥാർത്ഥ രൂപം എടുക്കുവാൻ തുടങ്ങും. അത് വീണ്ടും എപ്പോഴും ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. എന്തിനത്? ഇങ്ങനെ ഈ മനസ്സും നിരീക്ഷകനും ഇതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുവാൻ കഴിയുമോ? എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് നിത്യവൃത്തി നടത്തിക്കൊണ്ട് പോകണം. ഈ സമൂഹത്തിൽ കപടതകളും ബാക്കി കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ സത്യം നിത്യം എന്നൊക്കെ പറഞ്ഞ് ഈ ഗുരു പറയുന്നത് മനസ്സിനെ നിരീക്ഷിക്കുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നാൽ എങ്ങനെയാണ് നിനക്ക് ജീവിക്കാൻ കഴിയുക? അറിഞ്ഞോ അറിയാതെയോ എത്ര വട്ടം നമ്മൾ തിരിഞ്ഞു നടന്നിട്ടുണ്ട് എന്ന് സ്വയം ചോദിച്ചു നോക്കൂ. എന്നാൽ അല്പമെങ്കിലും തന്നിൽ നിത്യസാധന അനുഷ്ഠിച്ച് എന്തൊക്കെ വന്നാലും ആ നിത്യസാധന മുടക്കാതെ അനുഷ്ഠിക്കുന്നവൻ, അവനില് ആ നിരീക്ഷകന്റെ ഉണർവുണ്ടാവും. അവന് ആ മനസ്സിന്റെ തെറ്റിദ്ധരിപ്പിക്കുകയില്ല, ഒളിച്ചോട്ടം
തിരിച്ചറിയുവാൻ അവനെ സഹായിക്കും. ആ സമയത്താണ് ഇന്നത്തെ ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഞാൻ സുരക്ഷിതനായി ഇരിക്കുന്നത് എപ്പോഴാണ്? മനസ്സിനോടൊപ്പം നിൽക്കുമ്പോഴാണോ, നിരീക്ഷകനോടൊപ്പം നിൽക്കുമ്പോഴാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു ചോദ്യം നമ്മളോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഇതിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മള് നിഷ്പക്ഷമായി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമ്മളിൽ ആ നിരീക്ഷകൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായി ഉത്തരം കിട്ടും. എനിക്കുറപ്പാണ് നമ്മളുടെ ഈ ചെറിയ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഓരോ സാധകരും ഈ സ്വയം ഈ ചോദ്യം ചോദിക്കുകയും അതിന് സ്വയം അനുഭവത്തിൽ കൂടെ ഉത്തരം കൊടുക്കുവാനും കഴിഞ്ഞിട്ടുള്ളവർ അവർക്ക് മാത്രമേ ഒരു ബോധപ്രാപ്തനോട് ഒപ്പം സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നെ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ പലപ്പോഴും ഈ മനസ്സ് നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് സാധ്യമാണോ ഇങ്ങനെയുള്ളൊരു ജീവിതം? ഈ സമൂഹത്തില് എനിക്ക് ആ മനസ്സിന്റെ പ്രവർത്തനം ഇതില്ലാതെ എങ്ങനെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കും? അപ്പോൾ എന്റെ അനുഭവത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞത്, ഈ നിരീക്ഷകനില്ലെങ്കിൽ ഞാൻ പ്രാണവായുവിനു വേണ്ടി പിടയുന്നത് കണക്ക് ഞാൻ പിടയും. കാരണം ഒരു സാധകൻ അറിയാം, അവൻ നിലനിൽക്കുന്നത് ആ നിരീക്ഷകനിൽ മാത്രം. അവൻ കാണുന്ന കാഴ്ച ആ നിരീക്ഷകന്റെ കണ്ണുകളിൽ കൂടിയാണ്. അവൻ കേൾക്കുന്നതും നിരീക്ഷകനിൽ കൂടിയാണ്. ആ വ്യാഖ്യാനങ്ങളെ പൊളിച്ചെഴുതുന്നതും ആ നിരീക്ഷകനിൽ കൂടിയാണ്. അവനറിയാം മുന്നിൽ വരുന്ന നിത്യ അനിത്യങ്ങളെ കൃത്യമായി വിവേചിച്ച് മുന്നിലേക്ക് നിരത്തിത്തരുന്നത് തന്നിലെ നിരീക്ഷകനാണ്. തന്നെ താനായി നിലനിർത്തും. തന്നിലെ അനന്തമായ ശക്തിയെ തിരിച്ചറിയുവാൻ തന്നെ സാധിച്ചിട്ടുള്ളതും ആ നിരീക്ഷകനിൽ കൂടിയാണ്. തന്നിൽ മനസ്സ് സൃഷ്ടിക്കുന്ന മായാലോകത്തെ തിരിച്ചറിയാൻ സഹായിച്ചിട്ടുള്ളത് ആ നിരീക്ഷകൻ. അവന് മാത്രമേ ആ ബോധപ്രാപ്തന്റെ ഭാഷ അനുഭവിച്ചറിയുവാൻ കഴിയും. ഒരിക്കലും ഇല്ലാത്തത് സ്വാതന്ത്ര്യമായി കണക്കാക്കരുത്. അത് പടുകുഴിയിലേക്കുള്ള ഒരു സാധകന്റെ യാത്രയാണ്. അവിടെ സാധകൻ മരണപ്പെടുകയാണ്. സ്വാതന്ത്ര്യം നിരീക്ഷകന്റെ
ഉണർവാണ്, അവനിലെ ഉയർത്തെഴുന്നേൽപ്പാണ് തന്റെ യഥാർത്ഥ സ്വരൂപത്തിന്റെ. മനസ്സ് നിങ്ങളെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കിയില്ല. മനസ്സിന് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധ്യമല്ല. അതിനെ നിരാകരിക്കുക. നിരാകരിക്കേണ്ടത് വ്യാഖ്യാനങ്ങളിൽ കൂടിയല്ല, നിരീക്ഷണത്തിൽ കൂടിയാണ്. കാരണം നിരീക്ഷകൻ കാണുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് യഥാർത്ഥ നമ്മെയാണ്. ആ യഥാർത്ഥ്യത്തിൽ, ആ നിരീക്ഷകന് നമുക്ക് സദാസമയം നിലനിൽക്കുവാൻ കഴിയട്ടെ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശരിക്കും നമ്മള് ആന്തരിക യാത്ര അല്ലെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് അല്ലെ ആധ്യാത്മികത വിദ്യയിലേക്ക് കടന്നു വരുന്നത് സമാധാനം തേടിയാണ്. കാരണം അശാന്തിയുടെയും അരക്ഷിതാവസ്ഥയുടെയും അവസ്ഥയിൽ നിന്ന് മോചനം നേടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ആ ബോധപ്രാപ്തനായ ഗുരുവിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാലോ വന്നു കഴിഞ്ഞാലോ ഗുരു പറയുന്നത് എന്താണ്? നീയാണ് പ്രശ്നമെന്നാണ് പറഞ്ഞു തരുന്നത് ആദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മനസ്സിന്റെ ലോകത്ത് നിൽക്കുന്ന, പ്രബലമായ മനസ്സിന്റെ ലോകത്ത് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഓടി രക്ഷപ്പെടാൻ തന്നെ തീരുമാനിക്കും. പക്ഷെ ഒന്ന് നിന്നു കൊടുത്താൽ, ആ ബോധപ്രാപ്തന്റെ അടുത്ത് നിന്നു കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? അവനെ അടിമുടി അഴിച്ചു പടിയും. നിന്റെ ശരീരഭാഷയും നിന്റെ മാനസിക ഭാഷയും എല്ലാം, നിന്നിലെ അഹത്തിനെയും അതിനെയെല്ലാം നിരാകരിക്കാൻ അദ്ദേഹം പറയും. അപ്പോൾ ശരിക്കും പുറത്തെ സമാധാനക്കേടിനേക്കാൾ ഉപരി എന്താണ് സംഭവിക്കുന്നത്? ഇതിനെല്ലാം അഴിച്ചുപണി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്നുള്ളത് ബോധ്യപ്പെടും. എന്നാൽ ആ ബോധപ്രാപ്തന്റെ അടുത്ത് നിന്ന് അത് മുന്നോട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഉത്കർഷേച്ച അവനില് ജനിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്, അവൻ ആകപ്പാടെ മാറുകയാണ്. അവനെ ആ പ്രശാന്തിയുടെ തീരത്തേക്ക് സഞ്ചരിക്കുന്നതാണ്. തുടക്കത്തില് സത്യയെപ്പറ്റി ഒന്നും അല്ല നമ്മൾ കേൾക്കുന്നത്. എങ്ങനെ സമാധാനം നിലനിർത്താം, എന്നില് അശാന്തി ഉണ്ട്, അതിനെ എങ്ങനെ ശാന്തത കൈവരിക്കാം എന്നതിനെപ്പറ്റി മാത്രമാണ് ചിന്തിച്ചാണ് ഓരോരുത്തരും ഇതിലേക്ക് എത്തുന്നത്. കാരണം മനസ്സ് നിറങ്ങളുടെ ലോകമാണ്. അത് ഉപേക്ഷിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ കപടതയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷെ. തീർച്ചയായിട്ടും തിരിച്ച് ആ ലോകത്തേക്ക് പോവാൻ, ആ ബോധപ്രാപ്തന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം തിരിച്ച് ആ മനസ്സിന്റെ ലോകത്തേക്ക് പോകാൻ അവൻ താല്പര്യം പ്രകടിപ്പിക്കില്ല. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും സുരക്ഷിതത്വത്തിന്റെ കരങ്ങളിലാണ് നമ്മൾ എപ്പോഴും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഗുരുവെന്ന മഹാസാഗരത്തിന്റെ സുരക്ഷിതമായ കരങ്ങളിലാണ് നമ്മളുള്ളത്. ആ സംരക്ഷണം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ആ ബോധപ്രാപ്തന്റെ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ആ ബോധപ്രാപ്തന്റെ കൂടെ വാക്കുകൾ ശ്രവിച്ച് മനനം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് എപ്പോ വേണേലും ഓടിപ്പോവാം, പക്ഷെ എത്ര വരെ, എവിടെ വരെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം നമ്മൾ എത്രയോ അഗാധമായ കുഴിയിൽ നിന്നാണ് അദ്ദേഹം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ആ ഒരു കാരുണ്യത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ മനസ്സിന് എന്തെല്ലാം കിട്ടിയിട്ടും തൃപ്തനാവുമോ? നമുക്ക് നമ്മൾ പറയുന്നത് തൃപ്തി, അതൃപ്തി, ഇവയുടെയൊക്കെ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് അവിടെ ആ നിരീക്ഷണം നമ്മളിൽ സംഭവിക്കുന്നുവെങ്കിൽ അവിടെ ആ പ്രബലമായ മനസ്സിന്റെ പല പൊള്ളത്തരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മനസ്സുണ്ട്, മനസ്സ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ട്. ഇവയെ ചൂണ്ടിക്കാണിക്കാൻ നമ്മളിൽ
ഒരേ ഒരാളേ ഉള്ളൂ, ആ നിരീക്ഷകനാണ്. ഇപ്പം നമ്മളിൽ വരുന്ന പല ചിന്തകള്, ഈ ചിന്തകള് നിനക്ക് ഗുണപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് ആ നിരീക്ഷണത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിന് ഈ ചിന്ത കൊണ്ട് പ്രാധാന്യമുണ്ടോ ഇല്ലയോ, ഇതൊക്കെ മനസ്സിലാക്കി തന്നെ നിരീക്ഷകനെ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നമുക്ക് അറ്റ് എ ടൈം അത് സാധിക്കണമെന്നില്ല. കാരണം നമ്മൾ നിരന്തരമായ സാധനയിലൂടെ ആ നിരീക്ഷനെ ഉണർത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ ആ നിരീക്ഷകന്റെ പ്രാധാന്യം നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വരുന്നത്. ശരിയാണ്, നമുക്ക് ഭക്തിഭാവമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായി ബൗദ്ധികമായുള്ള ആ കഴിവുണ്ട്. ഇതൊക്കെ നമ്മളിൽ പലർക്കും ഉണ്ടായെന്ന് വരാം. പക്ഷെ നിരീക്ഷകനെ ഉണർത്താനുള്ള കഴിവ് എന്ന് പറയുന്നത് അത് ആ നിത്യസാധനയിലൂടെ മാത്രമേ പറ്റുള്ളൂ. നിത്യസാധന എന്ന് പറയുന്നത് ഗുരുജി ഇപ്പോൾ നമ്മളെ പറഞ്ഞു വെച്ചിരിക്കുന്ന നിത്യസാധനയിലൂടെയാണ് ആർജിക്കാൻ സാധിക്കുന്നതെന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്നും മനസ്സിലാക്കി എടുക്കുമ്പോൾ ആ നമ്മളെല്ലാത്തിനും നിരീക്ഷണത്തിന് വിധേയമാക്കി മുന്നോട്ട് പോകണം. എല്ലാ സംഭവങ്ങളും നമ്മളിലൂടെ കടന്നു പോകുന്ന എന്തിനേയും. ഒരു വട്ടം നമ്മൾ ഇതേപോലെ ഗുരുജിയോട് ചോദ്യം ചോദിച്ചായിരുന്നു. ഇപ്പം നമുക്ക് ഈ വിവേക ബുദ്ധി നമുക്ക് എങ്ങനെ നമുക്ക് പെട്ടെന്നൊരു കാര്യം അറ്റ് എ ടൈം ചെയ്യേണ്ട ഒരു കാര്യത്തിൽ വിവേകബുദ്ധി എങ്ങനെ ഉണർത്താൻ സാധിക്കും? അപ്പോൾ കുറിച്ച് അതിന് മറുപടി പറഞ്ഞത്, അത് പെട്ടെന്ന് ഉണരുന്ന സാധനമല്ല വിവേകബുദ്ധി എന്ന് പറയുന്നത്. കാര്യം അത് നിരന്തരമായ പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ എങ്ങനെയാണോ ഒരു ഞാണിന്മേൽ ഒരു കളിക്കാരൻ നടന്നു പോകുന്നത്, ആ ലാഘവത്തോടെ എല്ലാവർക്കും കയറി പോകാൻ പറ്റൂല. കാരണം അവൻ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിരന്തരമായി അവന്റെ സാധനയിലൂടെ അവൻ ആ വിവേകത്തോടു കൂടി പ്രയത്നിക്കാനുള്ള ആ കഴിവ് അവൻ ആർജിച്ചെടുക്കുന്നു. ഇതുപോലെയാണ് ധ്യാനാത്മകമായ മനസ്സും അവൻ ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിത്യസാധനയിലൂടെ നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ ആ നിരീക്ഷകൻ പ്രബലമായി നിൽക്കുന്ന സമയത്ത് മനസ്സിന് ശബ്ദിക്കാൻ സാധിക്കാതെ വരും, വ്യാഖ്യാനിക്കാൻ സാധിക്കാതെ വരും. പലതും മനസ്സിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ നിന്നെ അറിഞ്ഞത് എന്ത് ഘടകം ഉപയോഗിച്ചാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ടാണ് നീ നിന്നെ അറിഞ്ഞിട്ടുള്ളതെങ്കിൽ നീ അപൂർണനായി തുടരുകയാണെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ നീ നിരീക്ഷണത്തിലൂടെയാണ് നിന്റെ പല ഘടകങ്ങളെ ആശ്രയിക്കാതെ നിന്നെ ആ സത്യമായിട്ട് കണക്ട് ചെയ്യുന്ന നിരീക്ഷകനെ ഉപയോഗിച്ചാണ് നിന്നെ അറിയാൻ നീ ശ്രമിക്കുന്നതെങ്കിൽ നിന്നിൽ പ്രബലമായി ആ നിരീക്ഷകൻ ക്രമാതീതമായി വർദ്ധിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു നിരീക്ഷകന്റെ നിയന്ത്രണത്തിലായി നീ മാറുന്നു. അപ്പോൾ ഇതാണ് ആ ബോധപ്രാപ്തനായ ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ ആ നിത്യസാധനയുടെ ഇമ്പോർട്ടൻസ്, നമ്മൾ ആ സുരക്ഷിതമായ രീതിയിൽ മുന്നോട്ട് നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ പ്രബലമായി നിൽക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിന് ആവശ്യകത. അപ്പൊ ഇതിനെ പറ്റിയാണ് ഗുരുജി നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ നിരീക്ഷകന്റെ റോള് എന്ന് പറയുന്നത് എത്രയോ ഉയരെയാണ്. ആ സ്ഥാനത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആന്തരികയാത്ര തുടരാം. കാരണം നിരീക്ഷകൻ ഇല്ലാതെ ഒരു സാധകന് മുന്നോട്ട് പോകാനാവില്ല. ഹരിയോം. ഓം ഗുരുഭ്യോ നമഃ. നമ്മുടെ മനസ്സിനൊരു ഭാഷയേ ഉള്ളൂ. ആ ഭാഷ അത് മറവിയുടെ ഭാഷയാണ്. ആ ഗുരു ആ ബോധപ്രാപ്തനെ നമുക്ക് തരുന്ന ആ നന്മകളെ എല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറക്കുന്ന ഭാഷയാണ് മനസ്സിന്റെ ഭാഷ. വളരെ സാവധാനത്തില് മനസ്സ് വന്ന് നമ്മളുടെ അടുത്ത് അങ്ങനെ സംസാരിച്ച് ഒടുവില് പിന്നെ ആവുമ്പോ നമുക്ക് തന്നെ വേദന തോന്നുന്ന. കാരണം നമ്മളെ അത്രമാത്രം ഇതിനു വേണ്ടി ഒന്നിനും അല്ലാതെ പ്രയത്നിക്കുന്ന ഗുരുവിന് നേരെ നമ്മുടെ മനസ്സിന്റെ മുഴുവൻ വൈകൃതങ്ങളും പുറത്തെടുക്കുന്ന ഭാഷയാണ് നമ്മുടെ മനസ്സിന്റെ ഭാഷ. വളരെ സൂക്ഷ്മമാണ്. ഇപ്പോഴും ആ
ഗുരുജിയുടെ റൈറ്റിങ്സ് ശ്രദ്ധിക്കുമ്പോഴാണ്. കാരണം സോഫ്റ്റായി വർണ്ണ കടലാസിൽ പൊതിഞ്ഞു വരുന്ന ഭാഷയാണ്. ഈ ഭാഷ നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഗുരു വ്യക്തിബോധത്തിൽ നിന്ന് നമ്മളെല്ലാം ഒന്ന് എന്ന ബോധത്തിലേക്ക് അടുപ്പിക്കുന്ന ആ നിരീക്ഷകനെ ഉണർത്തുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് വ്യക്തിതലത്തിൽ കൊണ്ടുവന്ന് ഗുരുവിന് എന്തെല്ലാം പോരായ്മകളുണ്ട്, നമ്മുടെ ആ മനസ്സ് ഗുരുവിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണ്. എവിടെ കണ്ടുപിടിക്കാം ഗുരുവിന്റെ പോരായ്മകൾ? ഇനി ആ പോരായ്മ വീണ്ടും മനസ്സിന്റെ സൂക്ഷ്മതയാണ്. ഗുരുവിന്റെ കൂടെ നിൽക്കുന്ന സാധകരെ സൂക്ഷ്മമായിട്ട് നോക്കുന്നു. എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും പോരായ്മ ഗുരുവിനെ കുറിച്ച് കിട്ടുന്നു. അപ്പോ മനസ്സിന്റെ ആ ആഴം എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തുള്ള ആഴങ്ങളാണ്. എന്നിട്ട് ഈ മനസ്സ് നമ്മളെ ഇതൊക്കെ നിർത്തിയിട്ട് അടുത്ത് വീണ്ടും കൊണ്ടുപോകുന്ന എവിടെയാണ്? എത്രയോ നരക തുല്യമായ വേദന അനുഭവിച്ച ആ സ്ഥലത്ത് പോവാനാണ് മനസ്സ് വീണ്ടും പറയുന്നത്. കാരണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതം എന്തൊക്കെയാണ് വൈഷമ്യങ്ങളെന്ന്. ആ ഹാർട്ടൊക്കെ പൊട്ടി അത്രയ്ക്ക് വേദന അനുഭവിച്ചിട്ടാണ് ഈ ഗുരുവിനടുത്ത് എത്തിയത്. പക്ഷെ അപ്പം നമുക്ക് കിട്ടിയ നന്മകള് അപ്പൊ വളരെ സെക്കൻഡുകൾ മതി മനസ്സിന് ഒരു നന്നായിട്ട് നമ്മളെ വളരെ ബുദ്ധിപൂർവം നമ്മൾ ഗുരുവിനോടൊപ്പമാണെന്ന് ചിന്തിപ്പിച്ച് രസിപ്പിച്ച് കൊണ്ടുപോയിട്ട് ഒരു പോയിന്റിൽ എത്തിയിട്ട് നമ്മളെ ഗുരുവിനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്തകൾ നമ്മളിൽ ഉണർത്താൻ ഈ മനസ്സിന് കഴിയും. അത്രയ്ക്ക് കാരണം മനസ്സ് അതിന്റെ ആ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന തലങ്ങൾക്കെല്ലാം അപ്പുറത്താണ്. ഈ ഒരു കടലിൽ കടക്കാന് നമ്മുടെ ഒരു പ്രയത്നം കൊണ്ടോ നമ്മുടെ എഫേർട്ടൊക്കെ ലിമിറ്റഡ് എഫേർട്ട് നമുക്ക് എടുക്കാമെന്നതേ ഉള്ളൂ. ആ ഗുരുവിന്റെ സാന്നിധ്യവും അദ്ദേഹം എല്ലാ, കാരണം ബോധപ്രാപ്തന്മാര് ഉണ്ട്, അവര് വന്നു, അവർ ഈ സത്യം അനുഭവിച്ചു, അവര് മൺമറഞ്ഞു പോയി. പക്ഷേ നമ്മുടെ മഹാഗുരു അത് റൈറ്റിങ്സിലൂടെ തരുന്നുണ്ട്. എല്ലാ രീതിയിലും സാധകർക്ക് ഒപ്പം കൂടെ സഞ്ചരിക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ട് അദ്ദേഹം മാറി നിന്ന് സാധനം നമ്മൾ ചെയ്യൂ എന്നല്ല. ഓരോ ദിവസവും ആ ഒരു സമുദ്രം നമ്മളെ അത് താങ്ങി നമ്മളെ അതിന്റെ കൂടെ ഒഴുക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഗുരുവാണ്. അപ്പൊ ആ നിരീക്ഷകനിലേക്കാണ് ആ യാത്ര ഗുരു പറയുന്നത്. മനസ്സിന്റെ തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങളെല്ലാം, കാരണം മനസ്സിന്റെ ഇതിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ നിമിഷത്തിൽ നിന്ന് ആ വിവേക ബുദ്ധി ഉണർന്ന് ആ നിരീക്ഷണത്തിലോട്ടുള്ള സഞ്ചാരം നമുക്ക് എല്ലാവർക്കും സുഗമമാവട്ടെ എന്ന് ഗുരുപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.